എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. ഷവർമയൊക്കെ കഴിക്കുന്നത് പോലെ നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ച് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ തന്തൂരി മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂണോളം തൈരും 1/2 ലെമണും പിഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം അടിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഗ്രിൽ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചിക്കനെല്ലാം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഞാനിതാ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കുംബറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ലെറ്റൂസ് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വേണ്ടുന്നവർ അത് കണ്ടു നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മയോണൈസാണ്. അങ്ങനെ ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ജലാപ്പിനോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ജലാപ്പിനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഉപ്പിലിട്ട ഏതെങ്കിലും നിങ്ങളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പും 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസും 2 ടേബിൾ സ്പൂൺ മയോണൈസ്, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 ഭാഗത്തും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ബ്രെഡ് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. നമ്മൾ റെഡിയാക്കി എടുത്ത സലാഡ്, പിന്നെ സോസ്, ചിക്കനെല്ലാം ഒന്ന് ചൂട് പോയതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാനിതാ കേക്ക് ബോർഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ 4 ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു സലാഡ് ഉണ്ടല്ലോ, കെച്ചപ്പും മയോണീസും എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് സലാഡ്, അതിതാ ഇതുപോലെ ഒന്ന് 3-4 ടേബിൾ സ്പൂണോളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഇട്ടിട്ട് വേണം ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കാൻ. ബ്രെഡ് ഒട്ടും കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അതും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സോസ് ഇതാ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സോസെല്ലാം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജലാപ്പിനോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ
2-3 മുട്ട ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. മുട്ട വെക്കുന്നില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം വീണ്ടും ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ റെഡിയാക്കിയ സലാഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് ബാക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂണോളം ബാക്കി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ജലാപ്പിനോ ഇട്ട് കൊടുക്കുക, മുട്ട വെച്ച് കൊടുക്കുക. അതിന് സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് സോസ് ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രെഡെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, നമ്മൾ മിക്സ് ചെയ്തെടുത്ത സോസ്, അതുകൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. സോസ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ റെഡിയാക്കിയിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. മുഴുവനും സോസ് കൊണ്ട് കവർ ചെയ്യുന്നില്ലെങ്കിൽ മുകളിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഞാൻ സൈഡിലും എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ മുകളിലും സൈഡിലും ഒക്കെ സോസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ബാക്കിയുള്ള ആ ഒരു സലാഡ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കുക്കുംബറും ക്യാബേജും ഒക്കെ 4 സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ടും കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇതൊന്നും വെക്കാണ്ട് നമുക്ക് സോസെല്ലാം സ്പ്രെഡാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് നല്ല രുചിയോടെ കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരു പീസ് മതി നമുക്ക് വയറൊക്കെ നിറയാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.